ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു മുട്ട റോസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നത്, അതുപോലെ നമ്മൾ മല്ലിപ്പൊടി ഒട്ടും ചേർക്കാണ്ട് ഉണ്ടാക്കാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റ്. അത് നമുക്ക് ഈ അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ അല്ലെങ്കിൽ ദോശയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമുക്കത് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പം ഞാൻ ഉള്ളി എടുത്തിട്ടുണ്ട്, ഞാനൊരു 5 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ തക്കാളി 1 മതി, പിന്നെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി. ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും തക്കാളിയും ഇത് 4 നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഉള്ളി നമുക്ക് ഇതുപോലെ നീളത്തിൽ നല്ല കനം കുറച്ച് അരിഞ്ഞെടുക്കാം. ഇനി നമുക്കിത് കാണാം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിനകത്തോട്ട് ആദ്യം ഈ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയൊരു ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയാണ് ഇടുന്നത്, ഉള്ളിയല്ല കേട്ടോ. ആദ്യം നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളിയുടെ ആ ഒരു പച്ച കളറില്ലേ, അത് മാറുന്നത് വരെ നമുക്കൊന്ന് ആ എണ്ണയിലിട്ടൊന്ന് വഴറ്റി കൊടുക്കാം നന്നായിട്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മുട്ട റോസ്റ്റാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ചപ്പാത്തിയുടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതിൻ്റെ കളറ് മാറി വരുന്നുണ്ട്. തക്കാളിയുടെ കളറ് മാറിക്കഴിഞ്ഞ് ഇനി നമുക്കതിനകത്ത് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഇട്ട് കൊടുത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. വെള്ളം ഒട്ടും ചേർക്കണ്ട കേട്ടോ ഇതിനകത്ത്. ഇനി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് അതുപോലെ ഭയങ്കരമായിട്ട് നന്നായിട്ട് വഴറ്റണമെന്നൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് വാടിയാൽ മതി. ആ എണ്ണയിലും ആ തക്കാളിയുടെ അതിലും ഒക്കെ കിടന്നൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഇനി നമുക്കിതിനകത്തോട്ട് എന്തൊക്കെയാണ് മസാല ചേർക്കുന്നതെന്ന് നോക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. പിന്നെ മെയിനായിട്ട് നമുക്കിതിനകത്ത് കുരുമുളക് പൊടിയാണ് വേണ്ടത്. മല്ലിപ്പൊടിക്ക് പകരമാണ് കുരുമുളക് പൊടി. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് മീറ്റ് മസാല 1 സ്പൂൺ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ആവശ്യത്തിന് മുളക് പൊടി. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഗരം മസാലയാണ് ഞാൻ അവസാനം ഇട്ട് കൊടുത്ത്, അതും ഇടണേ. പിന്നെ നന്നായിട്ട് ഞാനത് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് മൂടി വെച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. പിന്നെ ഞാനിതിനകത്ത് ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. വെള്ളം ചേർക്കേണ്ട, വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് നഷ്ടപ്പെടും. ഞാൻ മൂടി വെച്ച് ഒരു മിനിറ്റോളം ഞാൻ മൂടി വെക്കുന്നുണ്ട്. ഇടയ്ക്കൊന്ന് എടുത്ത് ഇളക്കി കൊടുക്കാൻ മറക്കല്ലേ. അടി പിടിക്കില്ല, എന്നാലും ഒന്ന് ഇളക്കി കൊടുക്കണം ഇടയ്ക്ക്. നന്നായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഇത് നന്നായിട്ടായിട്ടുണ്ട്. നല്ലോണം കുഴഞ്ഞു പോവരുത്. ഉള്ളി ഇതെല്ലാം ഒന്ന് വെന്താൽ മതി. നന്നായിട്ട് കുഴഞ്ഞു പോവരുത്. കാരണം കുഴഞ്ഞു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഞാൻ അപ്പോൾ ആയിട്ടുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ മുട്ട ഇട്ട് കൊടുത്ത് നമുക്കിത് എന്തിൻ്റെയും കൂടെ വേണമെങ്കിൽ നമുക്ക് ഇടിയപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ചോറിൻ്റെ കൂടെ കഴിക്കാനും ടേസ്റ്റാണ്. ഞാനിത് മെയിനായിട്ട് ചപ്പാത്തിയുടെ കൂടെയാണ് ഉണ്ടാക്കുന്നത്. കാരണം നമ്മൾ വൈകുന്നേരം എപ്പോഴും ചപ്പാത്തിയാണ്, മിക്കപ്പോഴും ചപ്പാത്തിയാണ്. ഇത് ഞാൻ ആഴ്ചയിൽ 2 ദിവസം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ ഗൈസ്.